ഇന്ന് ഞാൻ നിൽക്കുന്നത് വാവറമ്പലം ജംഗ്ഷനിൽ നിന്ന് ഒരു 150 മീറ്റർ മാറിയിട്ട് ഒരു കിടിലം ട്രഡീഷണൽ പ്ലസ് കണ്ടംപററി സ്റ്റൈലായിട്ടുള്ള ഒരു മോഡേൺ ലെവലിലുള്ള ഒരു കിടിലം വീട് അതിന്റെ ഫ്രണ്ടിലാണ്. ഇവിടെ ഏകദേശം ഈ വീടിന്റെ ഔട്ട്ലുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഒരു കണ്ടംപററി സ്റ്റൈലാണ്, പക്ഷെ അതിനകത്തൊരു ട്രഡീഷണൽ ലുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് മോഡേൺ ലെവലുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അതിനെ പോലെ അതിന്റെ പെയിന്റിന്റെ കോമ്പിനേഷൻ എല്ലാം കുറച്ച് വെറൈറ്റി ലെവലിലാണ്. ഒരു കിടിലം ഒരു ലക്ഷറി ലുക്ക് നൽകുന്ന ഒരു വീടാണ്. ഇതിന്റെ ഫ്രണ്ടിൽ ഏകദേശം 2 വണ്ടി ഇടാനുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് അവൈലബിൾ ആണ്. ഒരു 4.5 സെന്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. വലിയ ഒരു 2 വണ്ടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനകത്തൊരു സ്ഥലം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു വണ്ടിയൊക്കെ ഇടാണെങ്കിൽ സിമ്പിൾ ആയിട്ട് അടിപൊളിയായിട്ട് ഇടാം. അതേപോലെ ഫ്രണ്ട് ഭാഗത്തൊരു എലിവേഷനിൽ ഒരു ബ്രിക്കിന്റെ ഒക്കെ ഒരു ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ഒരു ഭയങ്കര ഒരു ലുക്ക് നൽകുന്ന ഒരു ലക്ഷറി ഫീല് നൽകുന്ന ഒരു ലെവലാണ്. ഇത് നമ്മൾ അകത്തേക്ക് ഉള്ളിലേക്ക് കയറുമ്പോൾ നല്ല അടിപൊളി ഏകദേശം 2000 സ്ക്വയർ ഫീറ്റ് വീടാണ്. ആ 2000 സ്ക്വയർ ഫീറ്റിൽ തന്നെ അവർ ഒരുപാട് കാര്യങ്ങൾ മോഡേൺ ലെവലുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ലിവിങ് സ്പേസ് ആണ്. ആ ലിവിങ് സ്പേസ് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ആ ലിവിങ് സ്പേസ് ഇട്ടിരിക്കുന്നത്. ഇന്റീരിയറൊക്കെ കാണാൻ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. അതിൻ്റെ TV യൂണിറ്റ് വുഡൻ ഫിനിഷിലാണ്. അതുപോലെ തന്നെ സ്റ്റെയറിൻ്റെ ഇത് വുഡിൻ്റെ ഫിനിഷിലാണ്. ഇതൊക്കെ നല്ല ഒരു എന്താ പറയുക ഒരു ഫീൽ ഉള്ളിലേക്ക് നൽകുമ്പോൾ നമുക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു ഫീല് നൽകുന്നൊരു സംഭവമാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് നേരെ വന്ന് കയറുമ്പോൾ ലിവിങ് ഏരിയക്ക് ശേഷം വരുന്നതെന്നുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ്. ആ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറോട് കൂടി ചേർന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ ഒരുപാട് കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ചൊരു സ്പേസ് അവിടെ നൽകിയിട്ടുണ്ട്. അതിനുശേഷം ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറോട് കൂടി ചേർന്നിട്ട് ഇവിടെ ഒരു കൊളോണി സ്റ്റൈലിലാണ് ഇത് ഈ വീടിന്റെ ഉൾഭാഗം. അതായത് കിച്ചണും ഡൈനിങ് സ്പേസും ഒറ്റ ഈ ഹാളിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് സെപ്പറേഷന്റെ ഒരു ആവശ്യമില്ലാത്ത ലെവലിൽ ഒരു എന്താ പറയുക ഒരു കൊളോണി സ്റ്റൈല് ഒരു യൂറോപ്യൻ സ്റ്റൈൽ ലെവലിലാണ് ഇത് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ വാഷ് ഏരിയ കൗണ്ടർ ഇവിടെ ഉണ്ട്. നമുക്കൊരു വർക്ക് ഏരിയ സ്പേസ് ഇവിടെ വെളിയിൽ ചെയ്യാനുള്ള ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്പേസും ഇവിടെ അവർ നൽകിയിട്ടുണ്ട്. ആ ഒരു പ്രൊവിഷൻസും അവിടെ നൽകിയിട്ടുണ്ട്. കിണർ വെഡ് വാട്ടർ കാണാം നമുക്ക്. അതുപോലെ തന്നെ ഇതിന്റെ നമുക്ക് റൂമിലേക്ക് 4 ബെഡ്റൂമാണ്. ആ 4 ബെഡ്റൂം എന്ന് പറയുമ്പോൾ താഴെ 2 ബെഡ്റൂം മുകളിൽ 2 ബെഡ്റൂമാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമാണ്. ഇതിനകത്ത് നമുക്കൊരു വാർഡ്രോബും കാര്യങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട്. അത് നല്ല വലിയ വിൻഡോസ് ആണ്. ആ ഫ്രണ്ടിലത്തെ ആ വിൻഡോസ് വലിയ ഒരു വിൻഡോസിന്റെ പോർഷൻസ് ഇട്ടിട്ടുണ്ട്. വാഷ് ഏരിയ കൗണ്ടറും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള വാഷ് ഏരിയ കൗണ്ടർ തന്നെയാണ് അവർ നൽകിയിരിക്കുന്നത്. നമുക്കിനി ഇതിന്റെ മുകളിലത്തെ നിലയിലേക്ക് പോകാം. മുകളിലത്തേക്ക് നിലയിൽ കയറുമ്പോൾ ഒരു വാളിലൊക്കെ നല്ലൊരു ഡിസൈനൊക്കെ കൊടുത്ത് ഒരു കുറച്ച് ഇതിന്റെ ഒരു നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഏകദേശം ഒരു 10 days കൊണ്ട് ഫുൾ ഫിനിഷ് ചെയ്യുന്ന ലെവലിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു കുറച്ച് വർക്ക് മാത്രമേ ഇനി പെൻഡിങ് ഉള്ളൂ. ഇവിടെ ഒരു നല്ലൊരു സ്പേസ് ആണ്. ഈ ഒരു സ്പേസിൽ ഒരു ഗ്ലാസ് കൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്. ആ ഗ്ലാസ് ഒരു സംഭവം എന്ന് പറയുമ്പോൾ നല്ല അടിപൊളി സ്പേസ് ആയിരിക്കും ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത്. നമുക്കൊരു ഇരിക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ അവൈലബിൾ ആണ്. ആ ഒരു വേവിൻ്റെ ഉണക്കൊരു സ്പേസ് നമുക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ മുകളിലത്തെ നിലയിൽ നോക്കുമ്പോൾ വലിയ ഹോള്, താഴത്തെ അതേ ലെവലിലുള്ള വലിയൊരു ഹോള്. ആ വലിയ ഹോളിൽ താഴെ അതേ ലെവലിൽ തന്നെ ഇവിടെയും ഒരു TV യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഇതിന് അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പറവോള വെച്ചിട്ടുള്ള ഒരു ബാൽക്കണി സ്പേസ്. ആ പറവോള വെച്ചിട്ടുള്ള ഒരു ബാൽക്കണി സ്പേസ് ഇത് പണ്ടത്തെ അറിയാം നമുക്കൊരു ട്രഡീഷണൽ ലെവലിലുള്ള വീടുകളിലാണ് ഇത് പ്രത്യേകിച്ചും കാണാറുള്ളത്. ആ ഒരു സാധനം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ട്രഡീഷണൽ ലുക്ക് കൊണ്ടുവരാൻ അവരവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഒരുപാട് പേർക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. അതുപോലെ നമുക്ക് ഉള്ളിലേക്ക് കയറുമ്പോൾ ഇവിടെ മുകളിലത്തെ 2 ബെഡ്റൂം, ആ മുകളിലത്തെ 2 ബെഡ്റൂം, അതിനകത്ത് മുകളിലത്തെ ഒരു മാസ്റ്റർ ബെഡ്റൂം നോക്കുമ്പോൾ ഇത് നല്ല താഴത്തെ പോലെ തന്നെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഇതാണ് ബെഡ്റൂമാണ്. ഇവിടെ നിന്ന് നമുക്കൊരു ബാൽക്കണി സ്പേസ്, അത് നമുക്ക് വിൻഡോ തുറന്ന് ഇറങ്ങാൻ പറ്റുന്ന ഒരു ലെവലൊരു അത് സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഇത് ബാൽക്കണി സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇതിനകത്ത് വേറെ അഡ്വാൻറ്റേജ് എന്നുള്ളത് 2 ബെഡ്റൂമും ഞാൻ കണ്ടിട്ടുള്ള 2 ബെഡ്റൂമിലും ഒരു വേ വിൻഡോസ് ഒക്കെ കൊടുത്ത് അതിന് അവിടെ ഒരു ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുന്ന ലെവലിൽ എല്ലാം ആ ഒരു ഡിസൈൻ അവർ കൊടുത്തിരിക്കുന്നത് നല്ല ഒരു കുറച്ചും കൂടിയൊക്കെ മോഡേൺ ലെവലിൽ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, അതിന് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആ ബെഡ്റൂമിലും അതുപോലെ തന്നെ വേ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസും ബെഡ്റൂം, എല്ലാ ബെഡ്റൂമിലും നല്ല സ്പേഷ്യസ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഈ വീടിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. നമുക്കൊരു അത് ബസ് റൂട്ടിൽ നിന്നൊക്കെ നടന്നു വരാവുന്ന ദൂരത്തിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇവിടെ തന്നെ ബാക്കിലത്തെ പോർഷനിൽ
അതോടെ ടൈലൊക്കെ ഇട്ട് വലിയൊരു പോർഷൻസ് ഇവിടെ ഉണ്ട്. ഇത് നമുക്ക് ഒരു ഷീറ്റൊക്കെ ഇട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനും നനയാതെ തന്നെ നമുക്ക് തുണിയൊക്കെ കാര്യങ്ങളൊക്കെ വിരിക്കാനുള്ള ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് ഇവിടെ കിട്ടും. ഈ ഒരു വീടിന് ചോദിക്കുന്ന പ്രൈസ് വെറും 85 ലക്ഷം രൂപയാണ്. നമുക്ക് ഇതേപോലുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ വരും. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. താല്പര്യമുള്ളവർക്ക് മറ്റുള്ളവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.